ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ലക്ഷം വീട് കോളനി ഭാഗത്ത് രാത്രിയുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാൾ മരിച്ചു. വീട് തകർന്ന് സിമന്റ് സ്ലാബുകൾക്കിടയിൽപ്പെട്ട ദമ്പതിമാരിൽ ബിജുവാണ് മരിച്ചത്. ബിജുവിന്റെ ഭാര്യ സന്ധ്യയെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ബോബൻ ചേരുകയാണ്. ബോബൻ, ദുഃഖകരമായൊരു വിവരമാണ്. ഇന്നലെ രാത്രി മുതൽ രക്ഷപ്പെടുത്താനുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? 6 വീടുകൾ മണ്ണിനടിയിലാണ് ഇപ്പോഴും എന്നാണ് അറിയാനാവുന്നത്. എന്താണ് അവിടുത്തെ ഒരവസ്ഥ? മായ, ഇന്നലെ രാത്രി 10:30യോടെയാണ് ഈ ദുരന്തമുണ്ടായത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണത്തിനായി മണ്ണെടുത്ത് മാറ്റിയ ഭാഗത്താണ് ഈ അപകടമുണ്ടായത്. കൂമ്പൻപാറയിൽ ഏതാണ്ട് 6 വീടുകൾക്ക് മുകളിലേക്കാണ് മൺതിട്ട ഇടിഞ്ഞു വീണത്. ഇതിൽ 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. 4.5 മണിക്കൂർ നീണ്ട തീവ്ര ശ്രമത്തിനൊടുവിലാണ് പുലർച്ചെ 3 മണിയോടെ ഈ ബിജുവിന്റെ ഭാര്യ സന്ധ്യയെ പുറത്തെത്തിക്കാനായത്. ഗുരുതരമായ പരിക്കുകളോടെ ഇവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് ഇവിടെ നിന്ന് കൊച്ചിയിലേക്കും ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. സന്ധ്യയുടെ കാലിന് പൊട്ടലുണ്ടെന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. സന്ധ്യയെ രക്ഷപ്പെടുത്തി വീണ്ടും ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷമാണ് ബിജുവിനെ പുറത്തെത്തിക്കാൻ കഴിച്ചത്. പുലർച്ചെ 5 മണിയോടെയാണ് ബിജുവിനെ പുറത്തെത്തിച്ചത്. എന്നാൽ ബിജുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. തകർന്ന വീടിന്റെ കോൺക്രീറ്റ് പാളികൾക്കിടയിലാണ് ബിജു പെട്ടുപോയിരുന്നത്. 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് സ്ലാബ് മാറ്റിയ ശേഷമാണ് ബിജുവിനെ പുറത്തെടുത്തത്. അബോധാവസ്ഥയിലായിരുന്ന ബിജുവിനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ദേശീയപാതയുടെ നിർമ്മാണത്തിനായി മണ്ണെടുത്തതിനെ തുടർന്ന് ഏതാണ്ട് 50 അടിയിലേറെ ഉയരത്തിൽ ചെരിഞ്ഞ് ഒരു വലിയ കട്ടിങ് രൂപപ്പെട്ടിരുന്നു. ഇതിന് മുകളിൽ അടർന്നു നിന്ന ഭാഗം ഇടിഞ്ഞ് ഈ ദേശീയപാതയ്ക്ക് അടിവശത്തേക്കും താഴെയുള്ള വീടുകളിലേക്കും പതിക്കുകയായിരുന്നു. മണ്ണിടിച്ചിലിൽ 2 വീടുകളാണ് പൂർണ്ണമായും തകർന്നിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇവിടെ മണ്ണിടിച്ചിലുണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള 22 കുടുംബങ്ങളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാറ്റി പാർപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് വലിയ ഒരു ദുരന്തം ഒഴിവായത്. ഈ ബിജുവും ഭാര്യ സന്ധ്യയും രാത്രിയോടുകൂടി ഭക്ഷണം കഴിക്കുന്നതിനും വീട്ടിൽ നിന്ന് രേഖകളും മറ്റും എടുത്തു മാറ്റുന്നതിനും വേണ്ടിയാണ് വീട്ടിലേക്ക് എത്തിയത്. ഈ സമയത്താണ് ഇവർ ഹാളിൽ നിൽക്കുമ്പോഴാണ് അപകടമുണ്ടായത്. ഹാളിന്റെ കോൺക്രീറ്റ് ഇടിഞ്ഞ് ഇവരുടെ മുകളിലേക്ക് പതിക്കുകയായിരുന്നു. പിന്നീട് പോലീസും അഗ്നിശമന സേനയും NDRF സംഘവും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തകർന്ന വീടിന്റെ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ കുടുങ്ങിയ അവസ്ഥയിലായിരുന്നു 2 പേരും. ഈ കോൺക്രീറ്റ് പാളികൾ മാറ്റിയ ശേഷമാണ് ഇവരെ പുറത്തെടുത്തത്. ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള മണ്ണെടുപ്പ് അശാസ്ത്രീയമാണെന്ന് നേരത്തെ തന്നെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് ഇപ്പോൾ വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചതെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. മായ, ബോബൻ, ദേശീയപാതയ്ക്കായി അശാസ്ത്രീയമായി മണ്ണെടുത്തത് നേരത്തെയും മറ്റു പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. നാട്ടുകാർ നേരത്തെ അറിയിച്ചപ്പോൾ ഉള്ളൊരു പ്രതികരണം അത് എങ്ങനെയായിരുന്നു? എന്താണ് ഇപ്പോൾ ഈ ധാരണാന്ത്യമൊക്കെ ഉണ്ടായപ്പോൾ നാട്ടുകാർ എന്താണ് ഇപ്പോൾ പറയുന്നത്? മായ, കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഏതാണ്ട് കൂടുതൽ ഭാഗവും വലിയ മൺതിട്ടകളുള്ള പ്രദേശമാണ്. ഇവിടെ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങളും വിവാദങ്ങളും പലതവണ ഉണ്ടായതാണ്. ഈ മൺതിട്ട എടുത്തു മാറ്റുമ്പോൾ ഇത് അപകട ഭീഷണി ഉയർത്തുന്നു എന്ന ആ ഒരു ആക്ഷേപം ദേശീയപാത അധികൃതരോട് നാട്ടുകാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ ഇവരിൽ നിന്ന് കാര്യമായ പ്രതികരണം ഉണ്ടായില്ല. ഈ പാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഇവിടെ വലിയ ഈ മൺതിട്ടയുടെ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് നൽകും എന്നുള്ള ഒരു മറുപടി മാത്രമാണ് ലഭിച്ചത്. എന്നാൽ ഈ വീടുകൾ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കനത്ത മഴയിൽ ഈ ഭാഗത്ത് വലിയ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ദേശീയപാതയോട് ചേർന്ന് അതിന് സമീപ മേഖലകളിലും അടിമാലി മേഖലയിൽ വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. ഈ സമയത്ത് തന്നെ ഇവിടെ താമസിക്കുന്ന ആളുകൾ വലിയ ആശങ്കയിലായിരുന്നു. ഇതേ തുടർന്നാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വീണ്ടും മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ഇവരെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനും നടപടി ഉണ്ടായത്. എന്തായാലും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ മണ്ണിടിച്ചിലുണ്ടായതും ഇത്ര വലിയ ഒരു ദുരന്തമുണ്ടായതും. നമുക്കറിയാം, ഏതാണ്ട് 22 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നു. ഈ മാറ്റി പാർപ്പിച്ചിരുന്നില്ല എങ്കിൽ, ഇവർ മാറിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ദുരന്തം എത്രത്തോളം വലുതാകുമായിരുന്നു എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. എന്തായാലും ഈ ദേശീയപാത അധികൃതരുടെ വലിയ വീഴ്ചയാണ് ഇത്ര വലിയ ദുരന്തത്തിന് ഇടയാക്കിയതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മായ.